ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരു പ്രാവശ്യം കൂടെ തോട്ടത്തിലേക്ക് കയറി വന്നിരിക്കുക. കുറച്ച് ചെടികളൊക്കെ നമുക്കിവിടെ നട്ടുപിടിപ്പിക്കാനുണ്ട്. കാരണം ചില ഗ്രോ ബാഗുകളും പാത്രങ്ങളും ഒക്കെ കാലിയായി വന്നിട്ടുണ്ട്. ഒന്ന് നമ്മൾ അന്ന് വെള്ളം ഒഴിക്കാൻ പറ്റാതെ വന്ന് കുറച്ചൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഈ മഴയൊക്കെ വരുന്ന അവസരത്തിൽ പല പച്ചക്കറി ചെടികളും അവിഞ്ഞു പോകാറുണ്ട്. അതൊക്കെ സ്ഥിരമായി കൃഷി ചെയ്യുന്നവർക്ക് അറിയാം. അപ്പം നമ്മൾ എന്നാ ചെയ്യണം? കൃത്യമായിട്ട് വീണ്ടും മാറ്റി നട്ടു കൊടുത്തുകൊണ്ടിരിക്കണം. എന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ തോട്ടത്തിൽ നിന്ന് വിളവെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നും എൻ്റെ ഒച്ച തെളിഞ്ഞിട്ടില്ല കേട്ടോ. ഇച്ചിരി വറുവറുപ്പൊക്കെ ഉണ്ട്, നിങ്ങളെ ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇവിടെ കണ്ടോ, കഴിഞ്ഞ ദിവസം 3 ചുവട് തക്കാളി നട്ടതാണേ. നടുക്കത്തെ തക്കാളിയെ കാണാനില്ല കണ്ടോ. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ കൃഷി ചെയ്യുമ്പം സംഭവിക്കും. അപ്പം നമ്മൾ ഇതിൻ്റെ എന്നാ ഈ 2 എണ്ണത്തിൽ ഒരെണ്ണം കൂടെ നമ്മളങ്ങ് നട്ടു കൊടുത്തേക്കണം. അപ്പം നമ്മൾ നല്ല ആഴത്തിലാണ് അന്നും നട്ടിരുന്നത്. അപ്പോൾ ഇവിടേക്ക് ഞാനൊരു തക്കാളി നടുവാണേ. അപ്പോൾ ഇത് കുഞ്ഞു തക്കാളിയാണ്. അപ്പോൾ ഇതുപോലെ താഴത്തിൽ നട്ട് കഴിഞ്ഞാൽ പോകും. ഞാൻ വേറെ എണ്ണം എടുത്തോണ്ടിരാവേ. ഞാൻ ഇവിടെ ഒരു കുഴി കുത്തിയിട്ടുണ്ട്. ആ നേരത്തെ തക്കാളി നട്ടിരുന്നിടത്തെ. എന്നിട്ട് ആ കുഴിക്കകത്തേക്ക് ഇതാണ് കുറച്ച് പൊക്കം വെച്ചതാണ്. പക്ഷേ ഒരു ഗുണമുള്ളതല്ല. എന്നാലും ചിലപ്പോൾ ചൂട് പിടിച്ച് കിട്ടുമായിരിക്കും. പക്ഷേ ഈ കുഞ്ഞു തയ്യെ വെച്ചാലേ ഇത് ചിലപ്പോൾ അഴുകി പോകാനും സാധ്യതയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വെക്കുന്നത്. അപ്പം നമുക്കിതുപോലെ താത്തു വെച്ചിട്ട് മണ്ണിട്ട് കൊടുക്കാം. കണ്ടോ? അപ്പോൾ അവരൊന്നും അതേസമയം ഇവിടെ നിന്ന് കണ്ടോ തലപ്പ് വെച്ച് തുടങ്ങി. കണ്ടോ, ഇതൊക്കെ ചൂട് പിടിച്ചു. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം നട്ടിരുന്ന പയറിൻ്റെ വിത്ത് കണ്ടോ, അന്ന് നമ്മൾ മുളപ്പിച്ച പയർ നട്ടിരുന്നതല്ലേ. ഇതെല്ലാം കിളുത്തിട്ടുണ്ട്. ഒന്ന് ഞാൻ ഈ പാത്രത്തിൽ, ഒന്ന് ഈ പാത്രത്തിൽ, പിന്നെ വേറൊരിടത്താണ് നട്ടിരുന്നത്. അതെല്ലാം കിളുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന പയറിൻ്റെ വിത്താണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിച്ച് പാകാം. എല്ലാ പയറിൻ്റെ വിത്തുകളും നിങ്ങൾക്ക് മുളച്ച് കിട്ടും. ഇനി നമുക്ക് ആ ചൂട് കാലത്ത് നമ്മുടെ കുറേ മുളകിൻ്റെ ചെടികൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് മുളകിൻ്റെ ചെടികൾ നട്ടുപിടിപ്പിക്കാനുണ്ട് കണ്ടോ. അപ്പോൾ ഇവരെ നമുക്ക് അവിടെ നിന്ന് കൊണ്ടുപോയി നട്ടുപിടിപ്പിക്കാം. മുളകിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല വെയിലത്തും അവർ വളരും. ഭാഗികമായ വെയിലേ ഉള്ളെങ്കിലും അവരവിടെ വളർന്നോളും. അപ്പം വെയിൽ നല്ലോണം കിട്ടുന്നിടത്തായിരിക്കും നല്ലതുപോലെ കായ്കൾ ഉണ്ടാകുന്നത്. അത് നമ്മൾ ശ്രദ്ധിച്ചോണം. അതുപോലെ മുളക്, വഴുതന, തക്കാളി, വെണ്ട ഇവർക്കെല്ലാം മറക്കാതെ ഓരോ 15 ദിവസം കൂടുമ്പോഴും നമ്മൾ സ്യൂഡോമോണാസ് കലക്കി ഒഴിച്ചു കൊടുക്കാനും ഇലകളിൽ തളിച്ചു കൊടുക്കാനും മറന്നു പോകല്ലേ. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത സമയത്തായിരിക്കും ബാക്ടീരിയൽ വാട്ടം വന്ന് നമ്മുടെ ചെടിയെ കൊണ്ടുപോകുന്നത്. നമ്മൾ ഈ പാത്രത്തിനകത്താണ് ഈ മുളകിൻ്റെ തൈ നടാൻ പോകുന്നത്. ഈ പാത്രത്തിനകത്തെന്ന് വെച്ചാൽ ഇതിനു മുന്നേ മത്ത വളർന്ന് നിന്നിരുന്ന ഒരു പാത്രമാണ്. അപ്പം മത്തയുടെ ചോട് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കൊന്നും ചെയ്യുന്നില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുട്ടത്തോടൊക്കെ കണ്ടോ, നമ്മൾ ഈ അടുക്കള വേസ്റ്റ് അഴുകി കഴിയുമ്പം ഇവിടെ കൊണ്ടുവന്നിടുന്നതാണേ. നമ്മൾ ഈ ടെറസിൻ്റെ മുകളിൽ ഒരു ഭാഗത്ത് ഈ അടുക്കള വേസ്റ്റ് കൊണ്ടുവരുന്നത് വെച്ച് അതിനകത്തുനിന്ന് സ്ലറി എടുത്തതിന് ശേഷം മിച്ചം വരുന്ന വേസ്റ്റിനെ ഇതുപോലെ കൊണ്ടുവന്നിടുവേ. കുറച്ച് അഴുകി കഴിയുമ്പോഴാണ് ഇടുന്നത്. അത് വെയിലുള്ള സമയത്ത് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ തുറന്നിട്ട് ഈ മണ്ണുമായിട്ട് ചേർന്ന് കഴിയുമ്പോൾ അതിൻ്റെ മുകളിലോട്ട് കരിയിലയും മണ്ണും ഇട്ട് കൊടുത്തിട്ട് ആക്കിയെടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിനകത്ത് കുത്തുമ്പം നിങ്ങൾക്ക് ഇതിനകത്തെ മണ്ണിളക്കം മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെ നല്ല മണ്ണിളക്കം ഉള്ള ഒരു പാത്രമാണ്. അങ്ങനെ മണ്ണിളക്കം ഉള്ളിടത്താണ് പച്ചക്കറികൾ നന്നായി വളരുകയും വിളവ് തരികയും ചെയ്യുന്നത്. അപ്പം ഞാൻ ഇവിടോട്ടൊരു കുഴി എടുത്തിട്ട് ഇതിനകത്തുനിന്നൊരു 2 എണ്ണം ഇങ്ങോട്ട് വെക്കുവാണേ. കണ്ടോ? ഇനി ഇത് ഞാനിപ്പം മഴക്കാലം ആയതുകൊണ്ടാണ് ഇത് നട്ട് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ മറന്നു പോകാതെ സ്യൂഡോമോണാസ് കലക്കി ഒഴിച്ചു കൊടുക്കണം. സ്യൂഡോമോണാസ് എടുക്കുന്നതിൻ്റെ അളവെന്ന് പറയുന്നത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കിയാണ് നമ്മൾ ഈ തുടക്കത്തിലൊക്കെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ മാസത്തിൽ 1-2 പ്രാവശ്യം നമ്മൾ നമ്മുടെ തോട്ടത്തിലെ സ്യൂഡോമോണാസ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ വലിയൊരു വെയിൽ കിട്ടാനില്ല, എന്നാലും സാരമില്ല. ഒരു വലിയ കുഴപ്പമില്ലാതെ ഇവിടെ കൂടെങ്കിലും അവർ വെളിച്ചം എടുക്കും. ഇതിൻ്റെ മേൽവശത്തൊക്കെ പന്തലെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവരുടെ ആവശ്യത്തിനുള്ള വെയിൽ ഇവിടെ കിട്ടാതിരിക്കത്തില്ല. അപ്പോൾ ഇതേപോലെ ഈ പാത്രത്തിനകത്ത് ഇവിടെയൊക്കെയുള്ള പാത്രങ്ങൾ കാലിയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നട്ടുപിടിപ്പിക്കാനാണ് ഞാൻ ഈ മുളകിൻ്റെ തൈയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ നട്ട് വെച്ചതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കുറച്ച് മുളക് ചെടി ഇവിടെ നട്ടിട്ടുണ്ട്. ഇനി ഈ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ തീരെ ചെറിയ ആരോഗ്യം കുറവുള്ളതാണ്. അപ്പോൾ അവരൊരു ഇച്ചിരി കൂടെ ആരോഗ്യം ആയതിന് ശേഷം മാറ്റി നടുന്നതാണ് ചുവട് പിടിച്ച് കിട്ടാൻ നല്ലത് കേട്ടോ. എന്നോട് ആരോ ചോദിക്കുന്നുണ്ടായിരുന്നു, നമ്മൾ ഈ തോട്ടത്തിനകത്തെ പുല്ല് പറിക്കുകയും കള മാറ്റുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെയും കൂടെ
ചേർക്കണം വീഡിയോയിലെന്നേ. ഇപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു പാത്രത്തിനകത്ത് നേരത്തെ നിന്നിരുന്ന വിളകളെല്ലാം തീർന്നു. ഇനി നമ്മൾ പുതിയതായിട്ട് ചെയ്ത് തുടങ്ങണം. ഈ പയറൊക്കെ കണ്ടോ, ഇതിൻ്റെ വിളവൊക്കെ തീർന്നതാണ്. അപ്പോൾ ഇതിനകത്ത് പുല്ല് കിളുക്കുന്ന കണ്ടോ, പുല്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ കിളുത്ത് കളയും കേട്ടോ. നമ്മൾ വളവിട്ട് പച്ചക്കറി വളർത്തിയാൽ പോലും ഇത്രയും നല്ലതുപോലെ വളരത്തില്ല. പക്ഷേ പുല്ലും കാടുവാണെങ്കിൽ ആഞ്ഞാഞ്ഞ് വളർന്നേക്കുക. അപ്പോൾ ഇതുപോലെ ഓരോ പിടി ഞാനിങ്ങനെ രാവിലെ തോട്ടത്തിലോട്ട് കയറി വരുമ്പോഴും ചെടി നോക്കാൻ പോകുമ്പോഴും കായ്ച്ചിരിക്കുന്നത് കാണുമ്പോഴും ഒക്കെ പറിച്ച് കളയുക ചെയ്യുന്നത്. പിന്നെ ദേ ഇതിനകത്തൊക്കെ പുല്ല് വന്നിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം മാറ്റിയിട്ട് നമുക്ക് പുതിയ കൃഷി തുടങ്ങാനുള്ളതാണ്. അത് നമുക്ക് അടുത്ത ആഴ്ചയോ അതിൻ്റെ അടുത്ത ആഴ്ചയോ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അപ്പോൾ ഇന്ന് രാവിലെ എനിക്കൊരാൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നൊരു കാര്യം. എൻ്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ, കഴിഞ്ഞ ദിവസം നമ്മൾ പാലക്ക ചീര പാകിയത് കിളുത്തോ എന്നാണ് എന്നോട് ചോദിച്ചിരുന്നത്. ഇത് കണ്ടല്ലോ, എല്ലാം കിളുത്തിട്ടുണ്ട്. ഇത് ഞാൻ മാറ്റി നടുന്നതല്ലേ. അപ്പോൾ എന്നോട് അതിനൊപ്പം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് എത്ര നാളാകുമ്പോൾ നമുക്കിതിൻ്റെ ഇലകൾ എടുത്തു തുടങ്ങാം എന്ന് ഞാൻ കാണിച്ചു തരാം. ദേ ഇത് കണ്ടോ, ഇത് നമ്മൾ ഇതിന് മുന്നേ ചട്ടിക്കകത്ത് നട്ടതാണേ. ഇപ്പം ദേ ഇതിൻ്റെ ഇലകളൊക്കെ പറിച്ചെടുക്കാൻ നല്ല പാകമാണ് കേട്ടോ. ചൂട് ചേർത്ത് മുറിച്ചെടുക്കണം. എന്നിട്ട് അരിഞ്ഞിട്ട് നല്ല സൂപ്പർ തോരൻ വെച്ച് കഴിക്കാം. തോരന് ടേസ്റ്റ് ഉണ്ടെന്ന് മാത്രമല്ല, ഒത്തിരി അധികം ഗുണങ്ങളും. എല്ലാ ഇനം ചീരകളും തന്നെ വിറ്റാമിൻ എ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ്. വിറ്റാമിൻ എ ആണ് കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് കൂടുതൽ ഉപകരിക്കുന്ന ഒരു വിറ്റമിൻ. അതുകൊണ്ട് ചീരക്കറികൾ നമ്മളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ദേ ഇവിടെ ഒരു 1-2 വഴുതനങ്ങയുണ്ട്. അപ്പം നമുക്ക് ഈ പോകുന്ന കൂട്ടത്തിൽ അതും കൂടെ അങ്ങോട്ട് പറിച്ചിട്ട് പോകാം. പിന്നെ ദേ ഇവിടെ 2 പാവയ്ക്ക കണ്ടോ. ഈ മഴ വന്ന സമയത്ത് നമുക്കങ്ങനെ കയറാനും ഒന്നും പറ്റാതെ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഈ പന്തലെ കയറിയിരിക്കുന്ന പല സാധനങ്ങളും ഇനി മുറിച്ച് കളയാനും ഒക്കെ ഉള്ളതുണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാവേ. അപ്പം ദേ 2 പാവയ്ക്ക, 1 വഴുതനങ്ങയും കൂടി ഈ കൂട്ടത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കോവയ്ക്കൊക്കെ ഒത്തിരി ഇവിടെ കിടന്നിട്ട് പഴുത്തു പോയി. കണ്ടോ, ഇങ്ങനെ കോവയ്ക്ക ഒത്തിരി എണ്ണം പോയിട്ടുണ്ട്. ഇത് നമ്മുടെ കൊത്തമര ഇട്ട് കിളിപ്പിച്ചെടുത്തിരിക്കുന്ന ഒരു ചെടിയാണേ. അപ്പം നിങ്ങൾക്ക് നോക്കിയാലറിയാം. എന്തേ താഴേന്ന് കണ്ടോ, പന്തലിൻ്റെ മേളിലോട്ട് നോക്കിയേ, കാണുന്നുണ്ടോ? അങ്ങനെ കയറിപ്പോയിരിക്കും അവർ കേട്ടോ. ഞാനിങ്ങനെ കയറ്റി വിട്ട് എന്നാന്നറിയോ, ഇതൊരു ആരോഗ്യമില്ലാത്ത ഉറപ്പില്ലാത്ത ചെടിയാണേ. അപ്പോൾ അത് ആ പന്തലയിലോട്ട് മറിഞ്ഞ് കിടന്നിട്ട് മുന്നോട്ട് വളരുന്നതിനനുസരിച്ച് കായ്കൾ ഉണ്ടായിക്കോളുവേ. അപ്പോൾ നമുക്ക് ദൈവരെ ഒന്ന് പറിച്ചെടുക്കാം. ഏറ്റവും താഴത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം പറിച്ചത് കാരണം പിന്നെ അവിടെ ഉണ്ടായി വന്നിരിക്കുന്ന കുറച്ചും കൂടെ വിളഞ്ഞതാട്ടോ, അല്ല കുറച്ചും കൂടെ ചെറിയതാണേ. മുന്നോട്ട് നമ്മൾ പറിക്കാഞ്ഞതാണ് നമുക്കിങ്ങനെ എടുക്കേണ്ടത്. അത് പിരിച്ചെടുക്കുവാണെങ്കിൽ ആ തണ്ടേ തന്നെ പിന്നെ ഉണ്ടാകും കേട്ടോ. അപ്പം ഞാൻ ഇതൊന്ന് വിളവെടുത്തിട്ട് കാണിക്കാവേ. ഞാൻ ശരിക്കും പറഞ്ഞാൽ കൊത്തമര ഇവിടെ അങ്ങനെ കൃഷി ചെയ്തിട്ടില്ല കേട്ടോ. കാരണം കൊത്തമര കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ പാലക്കാടിൻ്റെ സൈഡിൽ, അവിടേക്കാണ് ഇത് കിട്ടുന്നത്. തമിഴ്നാടാണല്ലോ ഇതിൻ്റെ പ്രധാന സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ അതിനോടടുത്തുള്ള സ്ഥലങ്ങളിലാണ് ആൾക്കാർ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ അങ്ങനെ നട്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഒന്നും മാർക്കറ്റുകളിലും അധികം കിട്ടാനില്ലത്. അപ്പം നമുക്കതിനോടൊരു ഇത് നടണം, അല്ലെങ്കിൽ ഇതും കൂടെ വേണം എന്നൊന്നും നമുക്ക് തോന്നിക്കത്തില്ല. പക്ഷേ ഞാൻ ഈ വിത്തുകൾ ഇവിടെ സെയിൽ ചെയ്യാൻ തുടങ്ങിയപ്പം എന്നാൽ ഒരു കൊത്തമര നമുക്ക് നട്ടുപിടിപ്പിച്ചേക്കാം. കൊത്തമര ഒത്തിരി ആൾക്കാർ ഇവിടെ നിന്ന് മേടിക്കുന്നുണ്ട് കേട്ടോ വിത്തുകൾ. അങ്ങനെ ഞാൻ നമ്മുടെ വിത്തുകൾ ഇട്ടിട്ട് കിളിപ്പിച്ചെടുത്തതാണേ. ഇത് മുഴുവൻ ഞാൻ പറിച്ചെടുത്തിട്ട് കാണിക്കാം. ഒത്തിരി നേരം വേണം കേട്ടോ. ഇവിടെ കുറച്ച് ചെടിയാണ്. ഇതിപ്പോൾ ഇതൊരു ചെടിയുണ്ട്, അതിൻ്റെ കൂടെ ഇത് കണ്ടോ കയറുന്നത്. ഇതിനെ ഞാനിതുപോലെ വള്ളിയെ കൂടെ മുകളിലോട്ട് കയറ്റി വിടാനുള്ളതാണ്. ഇത് കണ്ടോ, ഇതുമൊക്കെ ഞാൻ വള്ളിയിലോട്ട് കയറ്റി വിടുക. വേറെയും കുറച്ച് എണ്ണങ്ങളോടുണ്ട്. അത് ഒരു പാക്കറ്റിനകത്ത് കുറേ വിത്തുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതിൽ കുറേയൊക്കെ എല്ലാം കിളുത്ത് വരും. പക്ഷേ കിളുത്തതിന് ശേഷവും പല സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് നഷ്ടമാകും. അത് കൂടാതെ ഉള്ളതാണ് ഈ കിളുത്ത് നിൽക്കുന്നത്. അപ്പോൾ ഇത് പറിച്ചിട്ട് കാണിക്കാം കേട്ടോ. ഇതിൻ്റെ കൂടത്തിൽ വന്നിരിക്കുന്നതാണ്. ഇങ്ങനെ 1-2 ചെടികളും കൂടെ ഇവിടെയുണ്ട്. ഇതെല്ലാം കണ്ടോ വള്ളി പോലെ തന്നെയാണ് നിൽക്കുന്നത്. നിറയെ പൂവ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉള്ള കായ്കൾ നമുക്കിങ്ങ് പറിച്ചെടുക്കാം. ഞാൻ ഇവരെയൊക്കെ തന്നെ മുകളിലോട്ട് പന്തലയിലോട്ട് കയറ്റി വിടത്തേ ഉള്ളൂ കേട്ടോ. കാരണം ഇങ്ങനെ ഒത്തിരി കമ്പുകളൊന്നും കുത്തിക്കൊടുക്കാനും ആ കുത്തുന്ന കമ്പ് ഇവിടെ ഉറച്ച് നിൽക്കാനും ഒന്നും ഈ ഗ്രോ ബാഗുകൾക്കകത്ത് അതിനുള്ളത്ര മണ്ണ് കാണത്തില്ല. അപ്പോൾ ഇവരെ നമ്മൾ വള്ളി കെട്ടി മേളിലോട്ടാണ് വിടുന്നതെങ്കിൽ അവരാ പന്തലേ കൂടെ, ഉറപ്പുള്ള പന്തലാണല്ലോ. എന്നോട് ആരോ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഈ പന്തൽ ആരുണ്ടാക്കി തന്നതാ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പം നമ്മൾ ഈ ഡ്രസ് വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരില്ലേ, അങ്ങനെയുള്ളവരോട് ഇതുപോലൊരു പന്തലുണ്ടാക്കി തരണം എന്ന് പറഞ്ഞ് നമ്മൾ സാധനം വാങ്ങിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ അവർക്ക് കോൺട്രാക്റ്റ് കൊടുത്താൽ അവരുണ്ടാക്കി തരും. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത പന്തലാണ് കേട്ടോ. അത്ര നല്ലതാണെന്നൊന്നും പറയാനില്ല.
പിന്നെ ചിലർ പറയുന്നുണ്ടായിരുന്നു ഈ വലയൊന്നും ഉപയോഗിച്ച് ഉണ്ടാക്കരുതേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. വല്ല നീണ്ടകരയുടെയൊക്കെ സൈഡിലെ കടലിൻ്റെയൊക്കെ ആണെങ്കിലേ ഉള്ളൂ ഈ മീൻ വല കിട്ടത്തുള്ളൂ. അവർ പറയുന്നത് മീൻ വല മേടിച്ചിട്ട് ചെയ്യണമെന്നാണ്. ഞാൻ ഇപ്പം മീൻ വല മേടിക്കണമെങ്കിൽ എത്ര രൂപയും കൊടുത്ത് നീണ്ടകരയൊക്കെ പോയി നമുക്ക് അവിടെ നിന്നുള്ള ആൾക്കാരെയൊന്നും അറിയത്തില്ല, എവിടെ കിട്ടും പൊട്ടിയ വല, വില കുറഞ്ഞ് കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞ് തപ്പണം. ഇപ്പം നമ്മൾ ഈ കോട്ടയം പോലത്തെ ഭാഗത്തൊക്കെ ഈ വല അന്വേഷിച്ചാൽ ഇതേപോലത്തെ വലകളാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് വാങ്ങിച്ച് നമ്മൾ വലിച്ചു കിട്ടും. പൊട്ടിപ്പോകുമ്പോൾ നമ്മൾ വേറൊരെണ്ണം കൂടെ വാങ്ങിച്ച് കിട്ടും. ഇന്ന് കെട്ടിയാൽ നാളെ മാറ്റി കെട്ടേണ്ട ആവശ്യമൊന്നും വരത്തില്ല. ഇത്രയും കൊത്തമരയുടെ പയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. ഇവിടെയേ ഒരു ചെറിയ പേരയ്ക്കയുണ്ട്. പേരയും ചെറുതാ, പേരയ്ക്കയും ചെറുതാ, പക്ഷേ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അവിടെ ഇവിടെ അങ്ങോട്ട് പോകുന്ന കമ്പയിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതൊരു കുഞ്ഞ് ചാമ്പയാണേ, അകത്ത് വിത്തുകളില്ലാത്ത സീഡ്ലെസ് എന്ന് പറയും. പക്ഷേ ഇഷ്ടംപോലെ പൂക്കുകയും ചെയ്യും, കായ്ക്കുകയും ചെയ്യും. ഇത് കായ്ച്ച് നല്ല പാകമായി കഴിഞ്ഞാൽ കിളികൾ അപ്പം തന്നെ അടിച്ചുകൊണ്ട് പോകുന്നൊരു ചെടിയാണേ. അപ്പോൾ നമുക്കിതേ ഇങ്ങോട്ട് പോകാം. പോരെ, ഇത് ഇവിടെ വന്നപ്പോഴേ ഇതുണ്ടോ, കണ്ടോ, ഇതൊരു പാകമായ പേരയ്ക്കാണേ. ഞാനിതങ്ങ് പറിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇത് കിളികൾ അടിച്ചുകൊണ്ട് പോകും. നമുക്ക് വല്ലപ്പോഴൊക്കെ കിട്ടണ്ടേ, കിളിക്കും വേണം നമുക്കും വേണ്ടേ. 2 പേരയ്ക്ക പറിച്ചെടുത്തു. പിന്നെ നമ്മുടെ ബേറാപ്പിൾ, ഇത് നമ്മുടെ ഉണ്ടല്ലോ അന്ന് ആ ഉണക്ക് പിടിച്ചിട്ടേ ആ കുറേ കമ്പൊക്കെ ഉണങ്ങിപ്പോയി കണ്ടോ. അങ്ങോട്ടുള്ള കുറേ കമ്പൊക്കെ ഉണങ്ങിപ്പോയി, പക്ഷേ കുറച്ച് കായൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ദേ അങ്ങോട്ട് കുറച്ച് കാ പിടിച്ചിട്ടുണ്ട്. ദേ ഈ കമ്പേ കണ്ടോ, ഇതേ കുറച്ച് കായുണ്ട്. പിന്നെ അങ്ങോട്ട് പോയിരിക്കുന്നതിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബേറാപ്പിളിന് എപ്പോഴും നല്ലോണം കാപിടുത്തം കിട്ടണമെങ്കിൽ, ഉണ്ടായ കായകൾ തന്നെ പൊഴിഞ്ഞു പോകാതെ കിട്ടണമെങ്കിൽ ചുവട്ടിൽ നല്ല തണുപ്പ് കിട്ടണേ. അപ്പം ഇതിനകത്തെ കാടും പള്ളയെല്ലാം ഞാനിപ്പോൾ പറിച്ച് കളഞ്ഞ് മാറ്റിയിരിക്കുന്നത് കൊണ്ടാണ്. ഇതിൻ്റെ ചുവട്ടിലൊരു തുണി ഇട്ടിരിക്കുന്നുണ്ടോ, ഇതുപോലൊരു കോട്ടൺ തുണി ഇട്ടിട്ടാണ് അതിന് മുകളിൽ കരികിലയിട്ട് അതിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക ചെയ്തത്. അപ്പോൾ കോട്ടൺ തുണി കുറേ അധികം നേരത്തേക്കിന് വെള്ളത്തിനെ പിടിച്ചു നിർത്തും. വെള്ളം കെട്ടി നിൽക്കുമല്ല, വെള്ളത്തിൻ്റെ നനവ് അവിടെ കൊടുക്കുന്നത് കൊണ്ടാണ് ഇവരിത് കുറച്ചെങ്കിലും കാപിടുത്തം ഇതെല്ലാം ഉണ്ടായത്. ഇത് നമ്മുടെ സീഡ്ലെസ് ലെമണാണേ. അപ്പോൾ അത് ഇതുപോലെ കൊലകൊലയൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരെണ്ണം വിളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിങ്ങോട്ട് പറിക്കട്ടെ. ഭയങ്കര മുള്ളാട്ടോ ഇതിന്, നല്ല മുള്ളുണ്ട്. ഇതങ്ങ് പറിച്ചെടുക്കുവാണേ, കണ്ടോ. ഇത് മാത്രം ഞാൻ പറിച്ചെടുത്തു. കഴിഞ്ഞ ദിവസം നമ്മൾ ചെറുനാരങ്ങ പറിക്കുന്നത് കണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇനി താഴെ നമുക്കൊരു കപ്പളം നിപ്പുണ്ട്, അതിലൊരു കപ്പളങ്ങ പഴമുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നിപ്പുണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിക്കാവേ. അപ്പോൾ അതിന് മുന്നേ ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ. ഈ ചുരിദാർ കണ്ടോ, ഈ ചുരിദാർ ഞാൻ ഇന്നലെ തയ്ച്ചെടുത്തതാണേ. ഇതിൻ്റെ പിന്നാമ്പുറ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടിട്ട് നമുക്ക് മുറ്റത്തെ ചെടി കാണാനുണ്ട്, വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ഓടി വരാവേ. ഇന്നിട്ട ചുരിദാറിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മളീ കാണുന്നത്. നമ്മൾ മേടിക്കുന്ന തുണി ഏതാണോ അത് 4ആയിട്ട് മടക്കിയിടും. അപ്പം മടക്കുമാട് നമ്മുടെ സൈഡിലേക്ക് വരത്തക്ക രീതിയിലാണ് ഇടുന്നത്. എന്നിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 7, 14, 21 ഈ 3 മാർക്കുകൾ ചെയ്യും. എന്നിട്ട് 7ൻ്റെ അവിടെ ചെസ്റ്റും 14ൻ്റെ അവിടെ നമ്മളുടെ സൈഡ് ഒതുങ്ങിയ ഭാഗവും 21ൻ്റെ അവിടെ നമ്മുടെ ഹിപ്പിൻ്റെ സൈസും വരത്തക്ക രീതിയിൽ മാർക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് താഴെ വരെ വരയ്ക്കും. അപ്പോൾ നമ്മുടെ ഹിപ്പിൻ്റെ സൈസ്, നമ്മുടെ ഹിപ്പാണോ ചെസ്റ്റാണോ ഏതാണോ വലിയ സൈസിലുള്ളത് ആ സൈസിലാണ് ഞാൻ തുണിക്ക് വീതി എടുക്കുന്നത്. അങ്ങനെ താഴേക്ക് വരെ വെട്ടിയതിന് ശേഷം ഇതിൻ്റെ സൈഡ് 7ൻ്റെ ഭാഗം, അതുപോലെ 14ൻ്റെ ഭാഗം, 21ൻ്റെ ഭാഗം, അതുപോലെ കൈയുടെ വണ്ണം ഒക്കെ തിരിച്ചറിയാൻ വേണ്ടി അവിടെ ഒരു നോട്ട്സ് ഇട്ട് വെക്കും. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കൈക്കുള്ള തുണിയാണ്. അപ്പോൾ കൈക്കുള്ള തുണി ഞാനിത് 3 മീറ്റർ മേടിച്ചതായതുകൊണ്ട് നല്ല വീതിയുള്ള തുണിയുമായതുകൊണ്ടും നല്ല നീളത്തിൽ തന്നെ കിട്ടുകയും ചെയ്യും. കുറേ അധികം തുണി നമുക്ക് മിച്ചം വരികയും ചെയ്യും കേട്ടോ. അത്രയും തുണിയുടെ ആവശ്യം നമുക്ക് ഇല്ലതാനും. ഞാനിങ്ങനെ ഒത്തിരി തയ്ക്കുകയും മറ്റുള്ളവർക്ക് തയ്ച്ചു കൊടുക്കുകയും ചെയ്യാത്ത ആളായതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ തുണി വേസ്റ്റാണ്. എന്നാൽ കടക്കാരോട് നമ്മൾ 2.25 മുറിക്കാൻ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ല, 3 മുറിക്കുന്നത് അവർക്ക് ഇഷ്ടമാണ്. പിന്നെ പോട്ടെ, അവരുടെയും കൂടെ സന്തോഷം നമ്മൾ പരിഗണിച്ചുകൊണ്ട് ഞാൻ 3 മീറ്ററാണ് സാധാരണ മേടിക്കുന്നത്. ഏറെയും ഞാൻ തയ്ക്കുന്നത് നൈറ്റി തുണി വെച്ചിട്ടാണെന്ന് നിങ്ങൾക്കറിയാം. നൈറ്റി തുണിയാണെങ്കിൽ ഒരു 100 മുതൽ 150 രൂപ വരെയുള്ള ഒരു വിലയും 5 രൂപയുടെ പകുതി നൂലും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നൈറ്റി ആയാലും ചുരിദാറായാലും തയ്ച്ചെടുക്കാം. ഞാനിപ്പം നൈറ്റി അങ്ങനെ തയ്ക്കാറില്ല, കാരണം തുണിയുടെ കാശും നമ്മുടെ കഷ്ടപ്പാടും എല്ലാം കൂടെ വെച്ച് നോക്കിയാൽ അതേ വിലയ്ക്ക് നമുക്ക് നൈറ്റി വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ ഞാൻ ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസും അതിൻ്റെ ലൈനിങ്ങും ബാക്ക് പീസും അതിൻ്റെ ലൈനിങ്ങും
അതുപോലെ തന്നെ കൈയും വെട്ടിയെടുത്തിട്ടുണ്ട്. കൈക്ക് ഞാൻ ലൈനിങ് ഒന്നും വെക്കാറില്ല. എന്നിട്ട് ഞാൻ നൂല് തപ്പിയെടുത്തു. അപ്പോൾ എടുത്തു വെച്ച നൂലുകളിൽ തന്നെ ചിലതൊന്നും മാച്ചിങ് അല്ലാതെ വന്നപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഒരു പഴയ നൂലുണ്ടായിരുന്നത് എടുത്തു വെച്ചിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഈ തയ്ക്കുന്നത്. ആദ്യം ഞാൻ തയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ മടക്കി അടിച്ച് മാറ്റി വയ്ക്കും. എന്നിട്ട് ബാക്ക് പീസും ലൈനിങ്ങും കൂടെ അടിച്ച് മറിച്ചെടുക്കും. അതേസമയം പതിച്ചടിക്കുകയില്ല. ഫ്രണ്ട് പീസും അതിൻ്റെ ലൈനിങ്ങും കൂടെ വെച്ച് അടിച്ചിട്ട് അത് ഫ്രണ്ട് പതിച്ചടിച്ചെടുക്കും. അപ്പോൾ മൂലകളൊക്കെ വരുമ്പം അവിടെ നമ്മൾ സൂചി കുത്തി ഇറക്കി നിർത്തിയിട്ട് വേണം നമ്മൾ മറ്റേ സൈഡിലേക്ക് തിരിക്കാൻ. എങ്കിൽ മാത്രമേ നല്ല കോർണർ വരത്തക്ക രീതിയിൽ നമുക്ക് ചതുരമൊക്കെ വെക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഞാൻ സാധാരണ തയ്ക്കുന്നത് ഫ്രണ്ട് കഴുത്ത് ചതുരമാണ്. കാരണം എൻ്റെ മുഖം ഇച്ചിരി നീളിച്ചുള്ള മുഖമായതുകൊണ്ട് എപ്പോഴും കൂടുതൽ ചേരുന്നത് ചതുരമാണ്, അല്ലെങ്കിൽ ആ പാറ്റേണിലുള്ളതാണെന്ന് തോന്നിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ വട്ടമുഖമുള്ളവർക്കാണെങ്കിൽ കൂടുതലും വട്ടക്കഴുത്താണ് കൂടുതൽ ചേരുന്നത്. അപ്പം ഞാൻ അങ്ങനെ തയ്ക്കാറില്ല, ചതുരമാണ് തയ്ക്കുന്നത്. എന്നിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് പീസ് തയ്ച്ചെടുത്ത് പതിച്ചെടുത്തിട്ട് ബാക്ക് പീസും കൂടെ എടുത്ത് ഒളിച്ചാണ്, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒളിച്ച് തയ്ക്കുക എന്ന് പറയും ഷോൾഡർ. അങ്ങനെ ഒന്നിൻ്റെ സൈഡിലേക്ക് മറ്റൊന്നൊക്കെ നമുക്കത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും. ആ രീതിയിൽ വെച്ചിട്ട് തയ്ക്കുക ചെയ്യുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ഈ തയ്യലിൻ്റെ ക്ലാസ് കാണിക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒത്തിരി നീളം വരും, അരമണിക്കൂറെങ്കിലും വേണ്ടി വരും വീഡിയോയ്ക്ക്. അപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. കാരണം നമ്മൾ പച്ചക്കറി കൃഷിയാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യുന്ന വർക്ക്, അല്ലെങ്കിൽ ഇതുപോലെ കുറച്ചൊക്കെയെങ്കിലും തയ്യൽ അറിയാവുന്നവരുണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്നവരും നേരെ ഉള്ളവരും ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഈ തയ്ച്ച് നിങ്ങളെ കാണിക്കുന്നത്. അപ്പം നമ്മുടെ ഷോൾഡറൊക്കെ ഒളിച്ച് തയ്ച്ചതിന് ശേഷം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ലൈനിങ്ങും ബോഡി പീസും കൂടെ ചേർത്ത് വയ്ക്കും. അത് നമുക്ക് പിൻ വെച്ചിട്ട് ചേർത്ത് വയ്ക്കാം, അല്ലെങ്കിൽ തയ്ച്ച് വയ്ക്കാം, അല്ലെങ്കിൽ പശ വെച്ച് ഒട്ടിച്ച് വയ്ക്കാം. ഇത് ഏതാണോ നിങ്ങൾക്ക് സൗകര്യവും നിങ്ങൾ ചെയ്യുന്നതുമായ രീതിയെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. അതിനുശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബോഡിയും കൈ പിടിപ്പിക്കും കേട്ടോ. കൈ പിടിപ്പിച്ചതിന് ശേഷം കൈ തൊട്ട് ഹിപ്പ് വരെ, ഒരു സൈഡിൽ കൈ തൊട്ട് ഹിപ്പ് വരെയും മറ്റേ സൈഡിൽ ഹിപ്പ് തൊട്ട് കൈ വരെയും തിരിച്ചടിച്ച് ചേർത്താണ് നമ്മൾ ചുരിദാറിനെ സെറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മൾ ചുരിദാർ തയ്ച്ചു കഴിഞ്ഞാൽ പിന്നുള്ള പണി എന്ന് പറയുന്നത് സ്ലിറ്റ് മടക്കി അടിക്കണം. അതുപോലെ ലൈനിങ് ഉണ്ടെങ്കിൽ ലൈനിങ്ങിൻ്റെ എൻഡ് മടക്കി അടിച്ചു കൊടുക്കണം. അതുപോലെ പിന്നെ നമ്മുടെ ചുരിദാറിൻ്റെ ഏറ്റവും താഴെ ഭാഗമില്ലേ അതൊക്കെ മടക്കി അടിക്കണം. അങ്ങനെ മടക്കി അടിക്കണം. ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ചുരിദാർ വെട്ടുന്നത് എപ്പോഴും ഒരു 45 ഇഞ്ച് ലെങ്തിലാണ്, മുകൾ മുതൽ താഴെ വരെ 45. ശരിക്കും പറഞ്ഞാൽ അത് ഇച്ചിരി നീളം കൂടുതൽ പോലെയാണ് തോന്നിക്കുന്നത്. എന്നാലും അങ്ങനെ കിടക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഈ ചുരിദാറൊന്നും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരാളായിരുന്നില്ല. അപ്പോൾ എനിക്കൊരു നൈറ്റിക്ക് പകരം എന്നുള്ള പാറ്റേണിലാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ചുരിദാർ തയ്ച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ ചുരിദാറിന് വണ്ണമൊക്കെ കൂടുതൽ ഇട്ടിട്ടാണ് തയ്ക്കുന്നത്. നിങ്ങൾ എൻ്റെ ചുരിദാർ കാണുന്നുണ്ടെങ്കിൽ അറിയാം. എന്തിനാ ഇതുപോലെ തയ്ക്കാൻ അറിയാമെങ്കിലും ഇങ്ങനെ ഷേപ്പില്ലാതെ അല്ലെങ്കിൽ വണ്ണം കൂടുതൽ ഇട്ടിട്ട് തയ്ക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും. അതിൻ്റെയൊക്കെ കാരണം ഇതാണ്, വളരെ ലൂസായിട്ട് തന്നെയാണ് തയ്ച്ചിടുന്നത്. ഞാൻ കൂടുതലും നമ്മുടെ കൃഷിക്കും അതുപോലെ നമ്മുടെ പാചകത്തിനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതലും ചുരിദാർ ഉപയോഗിക്കുന്നത്. അല്ലാത്ത അവസരങ്ങളിലെല്ലാം സാരി തന്നെയാണ് കൂടുതൽ. പണ്ട് മുതലേ സാരിയുടെ ഉപയോഗമാണല്ലോ നമുക്കുള്ളത്. പക്ഷേ ഇപ്പം നമ്മൾ സാരി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബ്ലൗസ് എടുക്കണമെങ്കിൽ 10-250 രൂപയിൽ കൂടുതലാകും ബ്ലൗസിന് തുണി. പിന്നെ പുറത്ത് തയ്ക്കുന്നവരാണെങ്കിൽ അതിൻ്റെ കാശും ഒക്കെ കൂടെ ഓർത്താൽ ഭയങ്കര കൂടുതലാണ്. ചുരിദാറാണ് നമുക്ക് സുഖം കേട്ടോ. അപ്പം ചുരിദാറിൻ്റെ ഫൈനൽ ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പം നമ്മളിതേ ടെറസയിലെ കൃഷിയുടെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് നമ്മളിതേ മുറ്റത്ത് വന്നിരിക്കുവാണേ. ഇത് കണ്ടോ, ഇവിടെ ഇതുവരെ ഇല്ലാത്തൊരു വെറൈറ്റി അടീനിയം പൂവ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇന്ന് പുതിയതായിട്ട് വിരിയുന്നുണ്ട്. പുതിയതെന്ന് പറഞ്ഞാൽ ഇത് പഴയ ചെടിയാണ്. അതിൻ്റെ ഒരു ഇതിൻ്റെ കമ്പ് വെട്ടി വെച്ചിട്ട് ഉണ്ടാകുന്ന ഇത് കേട്ടോ, അതിൻ്റെ കമ്പാണിത്. എന്ന് വെച്ചാൽ പൂ വിരിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ ഈ ഒരു ടൈപ്പ്, അതുപോലെ ദേ അങ്ങോട്ടെല്ലാം പല പല ടൈപ്പ് അടീനിയങ്ങൾ ഇങ്ങനെ ഇവിടെ വിരിഞ്ഞ് നിൽപ്പുണ്ടേ. പെട്ടെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കാണുന്നുണ്ടോ? സൂപ്പറല്ലേ? പക്ഷേ ഇപ്പം മഴയായതുകൊണ്ടുണ്ടല്ലോ പൂക്കളൊക്കെ താഴേക്ക് കുനിഞ്ഞ് നിൽക്കും, ഇലകൾ പഴുത്തു പോകും, മുട്ടുകൾ പഴുത്തു പോകും. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേകത അടീനിയത്തിനുണ്ട്. അല്ലെങ്കിൽ അടീനിയത്തിനെ നനയാതെ വെക്കണം. എനിക്കിവിടെ നനയാതെ വെക്കാനുള്ളൊരു സൗകര്യമില്ല. ഇനി ഇത് കണ്ടോ, ഇതൊരു ചെത്തിയാണേ. അപ്പോൾ ഈ ചെത്തി എന്ന് പറഞ്ഞാൽ
ഇതൊരു മഞ്ഞ നിറത്തിലുള്ള ചെത്തി, അതിൻ്റെ തന്നെ ചുവന്ന നിറത്തിലുള്ളൊരു ചെത്തിയാണ്. ഇതിപ്പം വെച്ചങ്ങോട്ട് ചൂട് പിടിച്ച് വരുന്നതേ ഉള്ളൂ. ഇതിൻ്റെ തന്നെ ചെത്തി ഞാൻ പറമ്പിലെ മണ്ണിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പൂവിൻ്റെ വലിപ്പം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതുപോലെ ഈ ചെത്തി ഇങ്ങനെ വളർന്നു വരുമ്പോണ്ടല്ലോ, ഇതിൻ്റെ കമ്പ് ഒടിച്ച് കളയണം, കണ്ടോ? അങ്ങനെ ഈ ഒടിക്കുന്ന കമ്പിനെ നമുക്ക് പുതിയ ചെടിയായിട്ട് വളർത്തുകയും ചെയ്യാം. ഞാനിപ്പോൾ ഇത്രയും ഒടിക്കുന്നത് എന്തിനാണെന്നറിയോ? ഈ ചെടി പൊക്കം കുറഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഒടിച്ച് നിൽക്കുന്നത്. അപ്പം കൂടുതൽ തലപ്പുകളുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പൂവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ കൂടെ ഒടിക്കണം. അപ്പോൾ ഇതിങ്ങനെ ശകരങ്ങൾ വന്ന് നിറഞ്ഞ് പൂത്ത് നിൽക്കും. ഇതിൻ്റെ ആ നിറയുണ്ടായിരിക്കുന്ന ആ ചുമലപ്പൂവും കൂടെ ഞാനൊന്ന് കാണിക്കാവേ. മാറ്റി നട്ട ചെമ്പരത്തികളെല്ലാം ചൂട് പിടിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ 1ഉം 2ഉം പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിന് മാത്രം ഇച്ചിരി ക്ഷീണമാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ചുവട്ടിലോട്ട് ആ ഇലകളൊക്കെ കൂടെ ഇട്ടിരിക്കുക, ഒരു തണുപ്പ് കിട്ടാൻ. ഇനി നമുക്ക് അടുത്ത ദിവസം മാറ്റി നടണം. ഇവിടെ നിൽക്കുന്ന ചെമ്പരത്തിയുടെ പൂ കണ്ടോ? അത് ഞാൻ പറമ്പിൻ്റെ അരികിലാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മുടെ മുറ്റത്തോട്ട് കിട്ടുന്നത് പോലെയാണ്. അത് മറിഞ്ഞ് കിടക്കുക, തട്ടായിട്ടുള്ള ചുവന്ന പൂവാണ്. ആ മുകളിൽ നിൽക്കുന്ന പൂവാണെങ്കിൽ നല്ല സൂപ്പറാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ചെത്തിപ്പൂവും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. ഇത് നമുക്ക് കാണാനുള്ളത് ഇത് കണ്ടോ, ട്വിസ്റ്റഡ് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഓർക്കിഡാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം കാണാൻ പറ്റിയില്ല. ഇതിനെ ഞാനിങ്ങനെ പൊക്കി വെച്ചിരിക്കുക, മഴ നനയാതെ. മഴ നനഞ്ഞാൽ പെട്ടെന്ന് ഇതളുകൾ കൊഴിഞ്ഞു പോവും. പിന്നെ നമ്മൾ കാണാത്തതെന്ന് പറയുന്നത് ഇവിടെ, എനിക്കൊരു അബദ്ധം കൂടെ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഈ കമ്പൗണ്ട് ഒടിഞ്ഞു പോയി. ഇതിന് ഒരേ സമയം 2 കൊലകളായിരുന്നു. കണ്ടോ, ലൈറ്റ് പച്ചപ്പൂവാണേ. ഇതിനാണെങ്കിൽ കുറച്ചും കൂടെ മഞ്ഞപ്പുള്ള തത്തപ്പച്ച കളറിലുള്ള പൂവാണത്. അപ്പോൾ ഇതിനെ ഇവിടെ തന്നെ കുഴിച്ചല്ല, കുത്തി വെക്കുവാണേ. അങ്ങനെ വെച്ചാലും കുറച്ച് ദിവസത്തേക്കിന് പൂക്കൾ നിൽക്കും. വേഗം പോയി നമുക്ക് ഇത് കണ്ടോ, വേഗം പോയി നമുക്ക് ചെത്തിപ്പൂവും കൂടെ കണ്ടിട്ട് വരാവേ. ഈ കപ്പളങ്ങ കണ്ടോ, പഴുത്ത് കിടക്കുവാണ്. അപ്പോൾ നമുക്കതങ്ങ് പറിച്ചെടുക്കാം. ഇതാണ് ആ ചെത്തി, കണ്ടോ, ഒരു പൂവാണ്. ഇത്രയും വലിപ്പത്തിലുണ്ടാകും. ഇവിടെയൊക്കെ വന്നു പോയതാണ്. പിന്നെ പൂമുട്ടുകളൊക്കെ വരുവാണ്. പക്ഷേ പറമ്പിൽ നിന്നപ്പോഴേ പല ദിവസവും നമുക്ക് വെള്ളം ഒഴിക്കാനൊന്നും ആ വേനൽക്കാലത്ത് പറ്റിയില്ല. അങ്ങനെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ മഞ്ഞയും വെച്ചിരുന്നതാണ്, അത് പോയി. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുവാണേ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.